സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് നിഹാൽ. ഒരുപക്ഷെ നമ്മളിൽ പലരും അദ്ദേഹത്തെ നിഹാൽക്ക എന്നായിരിക്കും വിളിക്കുന്നത്. എന്നാൽ വെറുമൊരു ഇൻഫ്ലുവൻസർ എന്നതിലുപരി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം എന്ന പ്ലാറ്റ്ഫോമിനെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു മലയാളി എന്ന നിലയിലാണ് ഇന്ന് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. നിഹാൽക്കയെ അറിയാത്തവർക്കായി ഒരു കാര്യം പറയാം. ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഇൻസ്റ്റഗ്രാമിന്റെ ഒഫീഷ്യൽ പേജ് ലോകത്തെ ചുരുക്കം ചില ആളുകളെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ആ ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന രണ്ടാമത്തെ മലയാളി എന്ന ചരിത്ര നേട്ടമാണ് നിഹാൽക്ക സ്വന്തമാക്കിയത്. ആദ്യത്തെ ആൾ ദുൽഖർ സൽമാൻ ആയിരുന്നു എന്ന് ഓർക്കുമ്പോഴാണ് ഈ നേട്ടത്തിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഒരു വലിയ സിനിമാ പാരമ്പര്യമോ സ്വാധീനമോ ഇല്ലാതെ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് സാധാരണക്കാരനായ ഒരു യുവാവ് തന്റെ തനതായ ശൈലി കൊണ്ട് മാത്രം ഇൻസ്റ്റഗ്രാമിന്റെ ഒഫീഷ്യൽ പേജിൽ ഫീച്ചർ ചെയ്യപ്പെട്ടു. ലോകോത്തര താരങ്ങൾ മാത്രം എത്താറുള്ള ആ പേജിലേക്ക് നിഹാൽക്ക എത്തിയത് അത്ര ചെറിയ കാര്യമല്ല. എങ്ങനെയാണ് ഇത് സാധ്യമായത്? നമ്മളൊക്കെ പലപ്പോഴും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആണോ, നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിച്ച് 100 വട്ടം ചിന്തിക്കും. എന്നാൽ നിഹാൽക്ക താൻ ആരാണോ അത് തന്നെയായി ലോകത്തിന് മുന്നിൽ നിന്നു. ആദ്യമൊക്കെ പലരും അദ്ദേഹത്തെ പരിഹസിച്ചപ്പോഴും അദ്ദേഹം തളർന്നില്ല. തൻ്റെ പോസിറ്റീവ് വൈബ് നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. ആ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ ഇന്ന് ഇവിടെ എത്തിച്ചത്. ഒരിക്കൽ കളിയാക്കിയവർക്ക് മുന്നിൽ ലോകം തന്നെ തൻ്റെ പിന്നാലെ വരുമെന്ന് അദ്ദേഹം തെളിയിച്ചു. പരിഹാസങ്ങളെ എങ്ങനെ വിജയത്തിലേക്കുള്ള ചുവട്ടുപടികളാക്കാം എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല. നിഹാൽക്കയുടെ ജീവിതം നൽകുന്ന സന്ദേശം ലളിതമാണ്. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്നല്ല, ലോകം മുഴുവൻ നിങ്ങളുടെ പിന്നാലെ വരും. നിഹാൽക്കയുടെ ഈ വലിയ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. നിഹാൽക്കയുടെ ഈ വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് ഈ ഇൻസ്പിറേഷൻ കിട്ടാനായി വീഡിയോ ഷെയർ ചെയ്യുക.